പാക്കേജിൽ ഡ്രിങ്കിങ് വാട്ടറാണ്. ഇതിന്റെ സാനിറ്റൈസർ ആണ്. നമ്മൾ വെള്ളവും സാനിറ്റൈസ് ചെയ്ത് കുടിക്കോളൂ എന്ന് ചോദിച്ചു. വെള്ളത്തിനകത്തല്ല, വെള്ളത്തിന്റെ കുപ്പിയുടെ പുറം ഒന്ന് സാനിറ്റൈസ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും കാരണം ഇത് ട്രാൻസിറ്റിൽ, അതായത് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ പൊടിയിൽ ഏതൊക്കെ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടുന്നതാണെന്ന് അറിയാത്തതുകൊണ്ട് നമ്മൾ അത് നോക്കാറുണ്ട്. ആക്ച്വലി ഇന്റർവ്യൂ റിലേറ്റഡ് ആയിട്ടാണ് ഇന്നലെ വന്നത്. ഷൂട്ടെല്ലാം ഇന്നലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആങ്കർ ഇത് ചോദിച്ച ചോദ്യമാണ്. ചോദിച്ചത് ഇതുപോലെ ഹോട്ടൽ റൂമിൽ വരുമ്പോഴത്തേക്കും ഇതുപോലെ ടേബിൾ കാണുമ്പോൾ അതിനൊക്കെ ഫുൾ സാനിറ്റൈസ് ചെയ്തിട്ട് മാത്രം എന്തുകൊണ്ടാണ് ഫോൺ വെക്കുന്നത്? അത്രത്തോളം എക്സ്ട്രാ പ്രിക്കോഷൻ എടുക്കുന്ന കുറച്ച് എക്സ്ട്രാ ആയിരുന്നു. കുറച്ചല്ല കേട്ടോ, അത്യാവശ്യം നല്ല എക്സ്ട്രാ ആണ്. എന്റെ എക്സ്റ്റെൻഡിൽ ആ ഒരു എക്സ്ട്രാ പോയി കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ഒരു സമാധാനപരമായിട്ട് ഇവിടെ ഇടപെടാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടിയാണ് എന്റെ വീടല്ലാത്ത എന്റെ മുറിയല്ലാത്ത സ്ഥലങ്ങളിൽ ഞാൻ അത്രയും കാര്യങ്ങൾ സൂക്ഷിക്കുന്നത്. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഇൻ കേസ് ഗ്രീൻ ഹൗസ് സ്വന്തമായിട്ട് ഒരു റിസോർട്ട് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു നല്ല റിസോർട്ടായിട്ട് ലോങ് ടൈം അസോസിയേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഗസ്റ്റും പോയി കഴിയുമ്പോഴത്തേക്കും ഇവിടുത്തെ കട്ടൻസ് അല്ലെങ്കിൽ ഇതുപോലത്തെ ടേബിൾസ് ഫുൾ സാനിറ്റൈസ് ചെയ്ത് വൈപ്പ് ചെയ്യുക, കണ്ണാടി മൊത്തം സെറ്റ് ചെയ്യുക. അതായത് ഒരാളുടെ കയ്യും കാലും മുട്ടുന്ന എല്ലാ സ്ഥലങ്ങളും ഈച്ച് നുക്കാൻ കോർണർ ഉൾപ്പെടെ നല്ല പെർഫെക്റ്റ് ആക്കി ഡീപ് ക്ലീൻ ആക്കി സെറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് എപ്പോഴാണ് നമുക്ക് അത്രയും ക്വാളിറ്റി ഉള്ള ഒരു സ്പേസ് കിട്ടുന്നത് ആ ഒരു സമയത്ത് മാത്രമേ നമ്മൾ സാനിറ്റൈസേഷൻ എന്ന പരിപാടി നിർത്തിക്കൊണ്ട് വളരെ സമാധാനപരമായിട്ട് ഇടപെടുകയുള്ളൂ. നന്നായി വാ. ഇവൻ സാനിറ്റൈസറിലെ കുടിക്കൂ, സാനിറ്റൈസറിലെ പല്ല് തേക്കൂ, സാനിറ്റൈസറിലെ കുളിക്കൂ, സാനിറ്റൈസറിന്റെ മുകളിലേക്ക് കിടന്നുറങ്ങും. ഇങ്ങനെ ഒരു സാനിറ്റൈസർ പ്രാന്തനും വൃത്തി പ്രാന്തനും കഷ്ടം തന്നെ അവൻ.